യേശുവിലായി കഴിയുമ്പം പലരും അവരുടെ പടക് വിട്ടുകൊടുക്കും, പക്ഷെ യേശുവിനെ കേൾക്കത്തില്ല. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ചെറിയൊരു മീൻ പോലും കിട്ടിയിട്ടില്ല. പക്ഷെ യേശു പടകിൽ വന്നപ്പോൾ അതേ ഗലീല കടൽ സാഹചര്യമില്ലാത്തപ്പം 2 പടക് നിറച്ചു കിട്ടി. അതാ മഹത്വം പടകിൽ വന്നാലുള്ള ഗുണം. യേശുവിനെയും കൂടെ പടകിൽ കയറി, നീയും കൂടെ ഒന്ന് കയറിക്ക് പടകിൽ. ദ ക്യാച്ച് വിൽ ബി അമേസിങ്. അവിടെ വല്ലതും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ യേശുവിന്? ഇല്ല. പത്രോസേ, നീ എന്നെ പ്രസംഗം കേട്ടില്ല അല്ലേ? നീ വല കഴുകിക്കൊണ്ടിരിക്കുക. വല കഴുകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവിടെ നിൽക്കുന്നവരെല്ലാം വല കഴുകുക, ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം പ്രത്യാശ നഷ്ടപ്പെട്ടു, അന്നത്തെ ജീവിതം തീർന്നു. അതാ വല കഴുകുന്നത്. പക്ഷെ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാം, അതേ അനുഭവത്തിൽ വല കഴുകി നീ വീട്ടിൽ പോയേക്കാം, നീ വിശ്വാസത്തിലും വേണ്ട, നീ മുന്നോട്ട് ഇനി ഒരു യാത്രയില്ല, എല്ലാം നിർത്തി എന്ന് പറയുന്നവരോട് ഞാൻ പറയാം, പടകിൽ യേശുവിനെ കയറ്റ്. ആഴത്തിലേക്ക് പോകാൻ പറഞ്ഞ ആഴത്തിലേക്ക് പോകും. പറഞ്ഞ ഒന്ന് കേട്ടെ. പത്രോസ് പറഞ്ഞ ആ വാക്ക് എടുത്തു പറഞ്ഞ യേശുവിനോട്, നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. നിന്റെ വാക്കിനാൽ. ഇതാ വാക്ക്. ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അവനെ നോക്കുന്നവർ പ്രകാശിതരാകും, അവരുടെ മുഖം ലജ്ജിപ്പാൻ സമ്മതിക്കത്തില്ല. സാമ്പത്തികമായ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ബാക്കി മാത്രമല്ല, എല്ലാ കാര്യത്തിലും വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർ അവരുടെ മുമ്പിൽ തന്നെ എവിടെ ക്രൂശിക്കപ്പെടുവോ അവിടെ തന്നെ ഉയർത്തും.